ഹലോ, സിന്ദൂര പോട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇന്ദുവും നീലനും ചേർന്നിട്ട് പൊറോട്ടയ്ക്ക് കുഴക്കുന്നത് എടുത്തിട്ട് വീഡിയോ എടുക്കുകയാണ് നെക്ലേസ്. എന്നിട്ട് രാധികയെ വിളിച്ചിട്ട് രാധികയോട് പറയുന്നുണ്ട്, രാധികയെ നിൻ്റെ ഫോണിലേക്ക് ഞാൻ നല്ലൊരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കേ. എന്ത് വീഡിയോ? നീ ഒന്ന് നോക്ക്, ഞാൻ ഹോൾഡ് ചെയ്യാവേ. രാധിക ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നീലനും ഇന്ദുവും ചേർന്നിട്ട് പൊറോട്ടയ്ക്ക് കുഴച്ചുകൊണ്ട് സ്നേഹത്തോടെ സംസാരിക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ മറുതലക്കിലാണെങ്കിൽ നെക്ലേസ് പൂർണ്ണിയോട് പറയുന്നുണ്ട്, ശബ്ദമൊന്നും കേൾക്കുന്നില്ല, ഇതെന്തിനാ എനിക്ക് അയച്ചു തന്നേ? അവൾ ഫോൺ എടുത്തോണ്ട് ചോദിക്കുകയാണ്. ഒന്നുമില്ല, നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിൽ സ്നേഹത്തിലാണോ എന്ന് അറിയാൻ വേണ്ടി വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണല്ലോ, ആ സംശയം ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി അയച്ചു തന്നതാ. പിന്നെ ഇനി വല്ല സംശയം ഉണ്ടെങ്കിൽ ചേട്ടനോട് ചോദിച്ചാൽ മതി കേട്ടോ. അതും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് പൂർണ്ണിയും നെക്ലേസും കൂടെ പൊട്ടിച്ചിരിച്ച് കളിയാക്കുവാണ്. ദേവം പുറത്തു നിന്നിട്ടാണ് സൗവർണികയെ കോള് ചെയ്യുന്നത്. അപ്പോൾ അവൾ ദേഷ്യത്തോടെ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, എന്തിനാ എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കാശ് തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എന്തിനാ എന്നെ ഇങ്ങനെ സമാധാനം കളയുന്നത്? എൻ്റെ വീട്ടിൽ വല്ലവരും അറിഞ്ഞാൽ പിന്നെ അത് മതി. അയ്യോ സൗവർണികേ, നീ ഒന്ന് അടങ്ങ്, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. ദേവൻ ഇടയ്ക്ക് കയറി പറയാണ്, ഞാൻ കാശ് ചോദിക്കാനാണ് നിന്നെ വിളിച്ചതെന്ന് കരുതി നീ വായി തോന്നുന്നത് തന്നെത്താൻ പറഞ്ഞാ ഞാനെന്ത് പറയാനാ? സത്യത്തിൽ എനിക്കിപ്പോൾ പണമൊന്നും വേണ്ടടി. പിന്നെ നമുക്ക് രണ്ടുപേർക്കും തനിച്ച് എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പോയാലോ? ദേവൻ പറഞ്ഞത് കേട്ട് സൗപർണിക ശരിക്കും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. എന്തിന്? നീ എന്താ മോളെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ സംസാരിക്കുന്നത്? എന്തിനാണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ? എന്താണെന്നറിയില്ലടി, 2-3 ദിവസമായിട്ട് നിൻ്റെ ഓർമ്മ മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. നിന്നെ ഞാൻ തട്ടിക്കൊണ്ടു പോയതും നമ്മൾ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞതും. അതുകൊണ്ട് ഒരു ഓർമ്മ പുതുക്കൽ എന്ന പോലെ നിൻ്റെ കൂടെ ഒരുമിച്ചൊരു രാത്രി കൂടി കഴിയാൻ വല്ലാത്തൊരു കൊതി. ഛേ തെമ്മാടി. സൗപർണിക ശബ്ദം താഴ്ത്തി അവൾക്ക് കേൾക്കാൻ പാകത്തിന് വിളിക്കുകയാണ്. അപ്പോൾ ദേവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ നിന്നെ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് നിനക്കൊരു ബോധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ നിൻ്റെ സമ്മതത്തോടു കൂടി, നിന്നോടുള്ള ഇഷ്ടത്തോടു കൂടി നിലാവിനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സാക്ഷിയാക്കി നമ്മൾ രണ്ടുപേരും ഒരുപാട് നേരം ഒന്നിച്ച് കഴിയുന്നതിനെക്കുറിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഓർക്കുമ്പോൾ തന്നെ എന്തു രസാടി. അപ്പോൾ സൗപർണിക ദേഷ്യത്തോടെ പറയുന്നുണ്ട്, എടാ നീ എന്താ കുഞ്ഞു കളിക്കുകയാണോ? വേണ്ടാത്ത പൂതിയൊക്കെ മനസ്സിൽ നിന്ന് അങ്ങ് എടുത്ത് മാറ്റിയേക്ക്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. സൗപർണികയെ, നിന്നെക്കുറിച്ച് ഒന്നും അറിയാത്ത സമയത്താണ് നീ പറഞ്ഞതെങ്കിൽ ഞാനിത് കേട്ട് നിന്നേനെ. ഇപ്പം നീ എൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നവളാ, എൻ്റെ കൂടെ ഒരു രാത്രി മുഴുവൻ കഴിഞ്ഞവളാ. പഴയ കഥകളൊക്കെ ഞാൻ ചെന്ന് നിൻ്റെ ഭർത്താവിനോട് പറയുകയാണെങ്കിൽ എല്ലാം അവിടെ തീരും മോളെ. പിന്നെ ഇപ്പോഴുള്ള അവൻ്റെ സ്നേഹമൊക്കെ അങ്ങ് പോവും. പിന്നെ നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നിൻ്റെ ഭർത്താവ് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിന്നെ കെട്ടിയത് എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ അതാ തട്ടിക്കൊണ്ടുപോവൽ ഡ്രാമ വരെ മാത്രമാണെന്ന് ഓർക്കണം. പക്ഷേ വേറൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്നുകൊണ്ട് അവൻ്റെ താലി കഴുത്തിലണിഞ്ഞവളാണ് നീയെന്നോ മറ്റോ അവൻ അറിഞ്ഞാൽ അതോടെ തീരും നിൻ്റെ ഈ ജീവിതം. എന്നാലേ നീ നല്ലോണം ഒന്ന് ആലോചിക്ക്. ദേവൻ സ്നേഹത്തോടെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അതുകൊണ്ട് സൗപർണിക വല്ലാതെ പേടിച്ച് നിൽക്കുവാണ്. നീ നന്നായിട്ട് ആലോചിച്ചിട്ടൊരു തീരുമാനം പറ, ഞാൻ കാത്തിരുന്നോളാം, ബായ് എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. സൗപർണിക മറുതലക്കിൽ നിന്ന് പറയുന്നതൊന്നും അവൻ കേൾക്കുന്നില്ല. കോള് കട്ട് ചെയ്തതിന് ശേഷം ദേവൻ ഒറ്റയ്ക്ക് പറയുന്നുണ്ട്, നീ വരുവടി എൻ്റെ അടുത്തേക്ക്. എന്താ ചെയ്യേണ്ടതെന്നറിയാതെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് സൗപർണികയുള്ളത്. അതേസമയം ഹോട്ടലിലാണെങ്കിൽ പൊറോട്ടയുടെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ദു നീലൻ്റെ അടുത്തേക്ക് പോവാണ്. നീലേട്ടാ, എന്താ എന്താ ഇന്ദു? നിയമോളെ സ്കൂളിൽ നിന്ന് വിളിച്ചു കൊണ്ടുവരാനുള്ള സമയമായി. ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുവാണെങ്കിൽ അവൾ സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും എനിക്ക് അവിടെ എത്താൻ പറ്റും. ശരി എന്നാൽ ആയിക്കോട്ടെ. നീലൻ അവളെ പറഞ്ഞു വിടുവാണ്. അപ്പോൾ അവർ തമ്മിലുള്ള സംസാരം കേട്ടുകൊണ്ട് പൂർണ്ണിയും നെക്ലേസും മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദു ചോദിക്കുന്നുണ്ട്, ചേട്ടാ നിയമോളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരണോ? വേണ്ടെങ്കിൽ ഇനി വേണ്ട, പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. നിലൻ അവൾക്ക് സമ്മതം കൊടുക്കുവാണ്. ആ ശരി ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിയമോളെ വീട്ടിൽ കൊണ്ട് വിട്ടിട്ട് അവളെ കൊണ്ട് ഹോംവർക്കൊക്കെ ചെയ്യിക്കാം. ശരി ഇന്ദുമതി. ശരി ഏട്ടാ, അങ്ങനെയാണെങ്കിൽ ഞാൻ പോയിക്കോളാം. ഇന്ദു മുന്നോട്ടേക്ക് നടന്നതും നീലൻ അവളെ പിന്നിൽ നിന്ന് വിളിക്കുന്നുണ്ട്, ഇന്ദു ഒന്ന് നിൽക്ക്. എന്താ ഏട്ടാ? ഒരുപാട് നന്ദിയുണ്ട് ഇന്ദു. നന്ദിയോ? അതെ ഇന്ദു, മാസ്റ്റർ പെട്ടെന്ന് നാട്ടിലേക്ക് പോയപ്പോൾ ക്യാഷും കിച്ചണും എല്ലാം കൂടെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് നോക്കുമെന്ന് ഞാൻ വല്ലാതെ ഒന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ താൻ വന്നതുകൊണ്ടാണ് മാസ്റ്റർ ഇല്ലാത്ത കുറവ് പോലും ഞങ്ങൾ അറിയാതിരുന്നത്. ശരിക്കു പറഞ്ഞാൽ ഞങ്ങളുടെ പൊറോട്ട മാസ്റ്റർ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല പൊറോട്ടയാണ് താൻ ഉണ്ടാക്കിയത്. നല്ല കൈപ്പുണ്യമുള്ള കയ്യാ ഇന്ദുവിൻ്റേത്. പിന്നെ ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മെനുവിൽ പുതിയ ഐറ്റംസൊക്കെ കൂട്ടാനുള്ള ടിപ്സൊക്കെ പറഞ്ഞു കൊടുത്തു എന്ന്. അതൊക്കെ തീർച്ചയായിട്ടും നമ്മളെ കച്ചവടം വർദ്ധിക്കാൻ സഹായിക്കും.
നീലൻ പറയുന്നത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇന്ദു. അപ്പോൾ ദൂരത്ത് നിന്ന് പൂർണ്ണയും നെക്ലേസൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് നീലൻ ഇന്ദുവിനോട് സംസാരിക്കുന്നതും ഇന്ദു തിരിച്ച് സംസാരിക്കുന്നതും ഒക്കെ. അപ്പോൾ നീലൻ അവളോട് പറയാണ്, ഇതിനൊക്കെ ചേർത്തിട്ടാണ് ഞാൻ താങ്ക്സ് പറഞ്ഞത്. അപ്പോൾ ഇന്ദു പറയുന്നുണ്ട്, നന്ദിയൊന്നും വേണ്ട ഏട്ടാ, പിന്നെ എന്നോട് ഇനി ഇതുപോലെ നന്ദിയൊക്കെ പറഞ്ഞിട്ട് വന്നാലുണ്ടല്ലോ പിന്നെ ഞാൻ ഏട്ടനോട് മിണ്ടില്ല. അയ്യോ, അത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് നീലൻ പറയുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം ചേട്ടാ, പക്ഷേ ഇനി എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ കേട്ട് ആസ്വദിച്ച് നിൽക്കുകയാണ് ഡെക്ലേസും പൂർണ്ണിയും. അപ്പോൾ നീലനും പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമുക്കിടയിൽ ഇനി എന്തിനാ ഏട്ടാ ഇങ്ങനെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ? ഇതല്ലേ ഞാനും എപ്പോഴും അങ്ങോട്ട് തന്നോട് പറയാറുള്ളത്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറഞ്ഞപ്പോൾ അത് തനിക്ക് കൊണ്ടുവല്ലേ. ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ താങ്ക്സും പറഞ്ഞുകൊണ്ട് താൻ എൻ്റെ അടുത്തേക്ക് വാ, അപ്പോൾ ഞാൻ ഇതിനുള്ള മറുപടി തന്നോളാം. താൻ കരുതിയിരുന്നോ? നീലൻ പറഞ്ഞത് കേട്ട് ഇന്ദു ചിരിച്ചുപോയി. ചേട്ടാ, നമുക്ക് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നല്ല രീതിക്ക് മുൻപോട്ട് പോകാം. പരസ്പരം തോളോട് തോൾ ചേർന്ന് സഹായിക്കുന്ന നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ടേക്ക് പോവാം. അത് കേട്ടപ്പോൾ നീലന് ഒത്തിരി സന്തോഷമാവുകയാണ്. അവൻ തലയാട്ടിക്കൊണ്ട് സന്തോഷത്തോടെ കൈയെടുത്ത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദു അത് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, ഇതെന്തിനാ? അല്ല, പരസ്പരം സുഹൃത്തുക്കളായിട്ട് നല്ല രീതിക്ക് മുൻപോട്ട് പോവാന്ന് പറഞ്ഞില്ലേ, അതിനാ. ഫ്രണ്ട്സ്. അങ്ങനെ ഇന്ദു അവന് കൈ കൊടുക്കുവാണ്. അതൊരു നല്ല ഡീല് തന്നെയായിരുന്നു. കാരണം ചുറ്റിലുള്ള ആൾക്കാരൊക്കെ അത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് പൂർണ്ണിയും ഡെക്ലേസും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവാണ്. അതുപോലെ ഓട്ടോ സ്റ്റാൻഡിലുള്ള ചേച്ചിമാരൊക്കെ ഇന്ദുവും നിലനും പരസ്പരം കൈ കൊടുത്തത് നോക്കി സന്തോഷത്തോടെ ചിരിക്കുകയാണ്. ശരിയേട്ടാ, എങ്കിൽ ഞാൻ ഇറങ്ങുവാണേ എന്ന് പറഞ്ഞിട്ട് ഇന്ദു ഇറങ്ങിയപ്പോഴേക്കും പൂർണ്ണി പിന്നീന്ന് വിളിക്കുകയാണ്, ചേച്ചി 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 വീട്ടിലേക്കല്ലേ പോകുന്നത്? സ്കൂളിൽ പോയിട്ട് വീട്ടിലേക്കാണ് പോകുന്നത്. എങ്കിൽ ഞാനും ഇറങ്ങുവാണേ, ഏട്ടാ ബായ് എന്നും പറഞ്ഞിട്ട് പൂർണ്ണി അവൾക്കൊപ്പം പോവാണ്. അവർ പോയപ്പോൾ ഡെക്ലേസ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടാ നീല, ഫ്രണ്ട്സ് ആയതേ ഉള്ളോ? ഒന്ന് പോയടാളിയാ എന്നും പറഞ്ഞിട്ട് നീലൻ അവനെ പറഞ്ഞു വിടാണ്. ശരി ശരി, ഞാൻ പൊക്കോളാം എന്ന് പറഞ്ഞിട്ട് ഡെക്ലേസ് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. നീലനാണെങ്കിൽ ഇന്ദുക്ക് കൈ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കൈ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവളോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ട് അവനിങ്ങനെ തോളോട് ആ കൈ തന്നെ ചേർത്ത് വെക്കുന്നുണ്ടായിരുന്നു. രാത്രിയായ സമയത്ത് അർജുനാണെങ്കിൽ കൂട്ടുകാരുടെ കൂടെ പുറത്താണുള്ളത്. അവനവൻ്റെ സ്ഥിരം ദുശ്ശീല പരിപാടികൾക്ക് തന്നെ വന്നിരിക്കുകയാണ്. ആ സമയത്താണെങ്കിൽ ഫോൺ ഇങ്ങനെ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എടുത്ത് നോക്കിയിട്ട് അമ്മയുടെ കോളാണെന്ന് കണ്ടപ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട്. അയ്യോ, എന്താടാ അളിയാ, ഇന്ന് ഗ്രൂപ്പ് സ്റ്റഡി ഉള്ളത് കാരണം ഞാൻ വീട്ടിലേക്ക് വരില്ല എന്ന് മെസ്സേജ് ഇട്ടിട്ടും അമ്മ തുരുതുരാ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നീ ആ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ആക്കാൻ നോക്ക്, അല്ലെങ്കിൽ നിൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ശരിയടാ എന്ന് പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. എന്നിട്ട് അവൻ തന്നെയാണ് കൂട്ടുകാർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അളിയാ, ഇന്ന് നമ്മൾ കുറേയായി വേട്ട നടത്തിയിട്ട്, ഇന്ന് നമ്മൾ നടത്തുന്ന വേട്ട കൃത്യമായിരിക്കണം. അതൊക്കെ ഞങ്ങൾക്ക് അറിയാടാ, നീ ധൈര്യമായിട്ടിരിക്കുക. എങ്കിലേ ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. എല്ലാ ഭാഗത്തേക്കും അവന് ആൾക്കാരെ ഏർപ്പാടാക്കുവാണ്. എന്നിട്ട് അവരവരുടെ പതിവ് പരിപാടിക്ക് വേണ്ടി നിൽക്കുകയാണ്, സ്വർണം മോഷ്ടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കാത്തു നിന്ന് കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഒരു സ്ത്രീ അതിൽ കൂടി കുറേ സ്വർണ്ണ ചെയിനൊക്കെ ഇട്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരൻ അവനോട് പറയുന്നുണ്ട്, ഇതാ നോക്കടാ, ഒരു ഇര വരുന്നുണ്ട്. കയറ് പോലെ ഒരെണ്ണം ആണല്ലോ അളിയാ, വണ്ടി എടുക്ക് എന്നും പറഞ്ഞിട്ട് എല്ലാവരും മാസ്കും ഹെൽമെറ്റും ഒക്കെ വെച്ചുകൊണ്ട് വണ്ടി എടുക്കുകയാണ്. അങ്ങനെ ആ സ്ത്രീയുടെ അടുത്തെത്തിയ സമയത്ത് അതിൽ അർജുൻ നേരെ എന്താക്കിയെന്ന് വെച്ചാൽ അവരുടെ കഴുത്തിൽ കിടക്കുന്ന ആ മാല പിടിച്ച് വലിക്കുകയാണ്. പക്ഷെ അവരാണെങ്കിൽ അർജുൻ്റെ കയ്യിൽ പിടുത്തിട്ടുകൊണ്ട്, ഡാ എൻ്റെ മാല വിടടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കൈ പിടിച്ചു വെച്ചിട്ടുണ്ട്. അർജുൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ സ്ത്രീ അവൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ ബൈക്ക് കയ്യിൽ നിന്ന് പൊളഞ്ഞു പോവാണ്. അവരാണെങ്കിൽ കൂട്ടുകാർ സ്പ്ലിറ്റായിട്ട് 2 ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. കുറച്ച് പേര് മാറി നിന്നിട്ട് ഇവർ കൊണ്ടുകൊടുക്കുന്ന മാല എടുത്തിട്ട് അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ആ സ്ത്രീയാണെങ്കിൽ അവൻ്റെ കയ്യിൽ പിടിച്ചതുകൊണ്ട് ബൈക്കിലുണ്ടായിരുന്ന പയ്യൻ അവിടെ തെറിച്ച് വീഴുകയും ചെയ്തു. ആ സമയത്താണ് നീലൻ അങ്ങോട്ടേക്ക് വണ്ടിയും കൊണ്ട് വരുന്നത്. നീലൻ നോക്കുമ്പോൾ കൺമുന്നിൽ ഒരു സ്ത്രീയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കാണുന്നത്. അവനാണെങ്കിൽ വേഗത്തിൽ വണ്ടി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് ആ സ്ത്രീയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനും ശ്രമിക്കുന്നുണ്ട്. നീലൻ വന്നിട്ട് അവനൊരു ചവിട്ട് കൊടുത്തപ്പോൾ അവൻ്റെ കൈ ആ സ്ത്രീയുടെ കഴുത്തിൽ നിന്നും വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് നീലനും ആ ബൈക്കിലുണ്ടായിരുന്ന 2 ചെറുപ്പക്കാരും തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അർജുനാണെങ്കിൽ മാസ്കും അതിന് മുകളിൽ ടവലും പിന്നീട് ഒരു ഹെൽമെറ്റും ഒക്കെ വെച്ചിട്ടാണുള്ളത്. നീലൻ അവൻ്റെ ഹെൽമെറ്റ് അടിക്കിടയിൽ അഴിക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അവനത് തടയാൻ ശ്രമിക്കുകയാണ്. ഒരുപാട് നേരം അർജുനും നീലനും തമ്മിലുള്ള ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറിയുന്ന കൂട്ടുകാരിൽ ഒരുത്തനോട് മറ്റുള്ളവർ പറയുന്നുണ്ട്, എടാ നീ ചെല്ലാൻ നോക്ക്. ശരി, നിങ്ങളിവിടെ മാറി നിന്നോ എന്നും പറഞ്ഞിട്ട് അവനും മാസ്ക് ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അവനാണെങ്കിൽ നീലൻ്റെ അടുത്തെത്തിയപ്പോൾ തന്നെ ആദ്യം എടുത്തത് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയാണ്. പെട്ടെന്ന് കത്തി കണ്ടപ്പോൾ നീലനെ ഒന്ന് പരിഭ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ കൂടെയും നീലൻ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ അടിച്ച് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി താഴെ ഇടാൻ വേണ്ടിയിട്ട് നീലൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ നീലനെ വയറ്റിന് കുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഒരുപാട് നേരത്തെ ഫൈറ്റിന് ശേഷം നീലൻ അവൻ്റെ കയ്യിൽ നിന്നും കത്തി താഴെ ഇടാൻ പറ്റി.
അവർ രണ്ടുപേരും ചേർന്നിട്ട് നീലനെ ഒരുപാട് തല്ലി ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നീലൻ വളരെ അതിവിദഗ്ധമായിട്ട് തന്നെ അവരെ രണ്ടുപേരെ അടിച്ചൊതുക്കുകയാണ്. പക്ഷെ പിന്നീട് പിന്നിൽ നിന്ന് വന്ന് അർജുനാണ് നീലനെ ഉപദ്രവിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ കുറേ നേരം അടി കഴിഞ്ഞതിന് ശേഷം നീലൻ എങ്ങനെയൊക്കെയോ അർജുൻ്റെ തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് മാറ്റി. അർജുൻ്റെ ഹെൽമെറ്റ് മാറ്റിയപ്പോൾ തന്നെ കൂട്ടുകാർക്ക് പേടിയായി. അയ്യോ പെട്ടടാ എന്നും പറഞ്ഞിട്ട് മാറി നിന്ന കൂട്ടുകാർ വേഗം അവിടെ നിന്നും പോവുകയാണ്. പിന്നെ അർജുൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ടവൽ മാറ്റാൻ വേണ്ടിയിട്ടാണ് നീലൻ ശ്രമിക്കുന്നത്. അവൻ്റെ മുഖത്തേക്ക് കൈ ഊന്ന് വെക്കുന്നതനുസരിച്ചിട്ട് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അർജുൻ തടയുകയാണ്. പക്ഷേ നീലൻ അവനെ കൊണ്ടാവും പോലെയൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അടുത്തെത്തിയ സമയത്ത് നീലൻ ആ കണ്ണുകൾ വളരെ സുപരിചിതമായിട്ട് തോന്നുവാണ്. അവനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ കണ്ണുകൾ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമായപ്പോഴേക്കും അർജുൻ്റെ കൂട്ടുകാർ രണ്ടുപേരും നീലൻ്റെ തലയ്ക്കൊരു വടിവെച്ച് അടിക്കുകയാണ്. അപ്പോൾ ആ മാല പൊട്ടിക്കെടുക്കാൻ പോയ സ്ത്രീയും വേറൊരു സ്ത്രീ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ആകെ പരിഭ്രമിച്ചു പോയി. നീലനാണെങ്കിൽ വേദന കൊണ്ട് പൊളയുകയാണ്. ആ സമയം കൊണ്ട് അർജുൻ ഓടി രക്ഷപ്പെടുകയാണ്. അവർ എല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ ആ ചേച്ചി വന്നിട്ട് നീലനോട് ചോദിക്കുകയാണ് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ. ഇല്ല കുഴപ്പമില്ല ചേച്ചി. അപ്പോൾ നീലൻ്റെ കൈക്കാണെങ്കിലൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ട്. ആദ്യം കത്തി വെച്ചിട്ട് അവർ വരഞ്ഞപ്പോൾ ആ കത്തിയുടെ വര കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മറ്റേ ചേച്ചി പറയുന്നുണ്ട് അയാൾ കഴുത്തിലേക്ക് മാല പിടിച്ച് വലിച്ച സമയത്ത് ചേച്ചിയുടെ കഴുത്ത് മുറിഞ്ഞിട്ട് ചോര വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ആദ്യം കൊണ്ടുപോയി ഹോസ്പിറ്റലൊന്ന് കാണിക്കേ. മോൻ്റെ കയ്യിലും നല്ല മുറിവുണ്ടല്ലോ. ശരി ചേച്ചി, ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി വണ്ടി എടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് നീലം വണ്ടി എടുക്കാൻ പോവാണ്. പായസം പാട്ടും പാടി കിടക്കുകയാണ്. അങ്ങോട്ടേക്ക് ഡെക്ലേസ് വന്നപ്പോൾ വാട വന്നിരിക്കി, കാലൊന്ന് തിരുമ്മിത്തടാ. കാല് തിരുമ്മിത്തരയല്ല, രാധികയുടെ കൂടെ കിടന്ന് നീ കളിക്കുന്ന കാട്ടായങ്ങൾ കാണുമ്പോൾ കാല് തിരുമ്മല്ല, നിന്നെ ചവിട്ടി കൊല്ലുവാണ് വേണ്ടത് എന്ന് ഡെക്ലേസ് പറയുന്നുണ്ട്. അപ്പോഴേക്കും പൂർണിയും ഇന്ദുവും കൂടി അങ്ങോട്ടേക്ക് വരികയാണ്. നിയമോൾ ഉറങ്ങി. ഡെക്ലേസ് ഏട്ടൻ എന്തിനാ വിളിച്ചേ? ഇല്ല, ഞാൻ നിയമോൾ ഉറങ്ങിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. അപ്പോൾ പൂർണ്ണി പറയാണ്, ചേട്ടാ ഏട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ. വന്നില്ലേ? അവൻ 10:30 ആകുമ്പോഴേക്കും കടയും അടച്ചിട്ട് വരാമെന്ന് പറഞ്ഞതാണല്ലോ. ഡെക്ലേസ് പറഞ്ഞപ്പോഴേക്കും പായസം പറയുന്നുണ്ട്, അവൻ മൂക്കറ്റം കള്ളും കുടിച്ച് എവിടെയെങ്കിലും കിടന്നുറങ്ങുന്നുണ്ടാവും. ചേട്ടാ അതെന്തിനാ 10:30 കടയെടുക്കുന്നത്? 10-12 മണിവരെ ആൾക്കാർ വരില്ലേ? ആ വരും, പക്ഷേ പോലീസുകാർ വെറുതെ പ്രശ്നം ഉണ്ടാക്കും. വെറുതെ ഓരോ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇങ്ങോട്ടേക്ക് പോരുന്നതാ. അങ്ങനെയാണെങ്കിൽ 10:30 മണിക്ക് ചേട്ടൻ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 11 മണിയായല്ലോ. ഇത്രയും സമയമായിട്ട് ചേട്ടൻ എവിടെ പോയതാ? ആ അത് ശരിയാണല്ലോ. എവിടെ പോയതാവും? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കില്ല, ഞാൻ 2 വട്ടം വിളിച്ചു നോക്കിയതാ, പക്ഷേ എടുത്തിട്ടില്ല. ഫോൺ എടുക്കുന്നില്ലെന്നോ? അതെന്ത് പറ്റിയതാവും? അപ്പോൾ ഇന്ദുവിനും ഒക്കെ ഒരു ടെൻഷൻ ആയിട്ടുണ്ട്. അങ്ങോട്ടേക്ക് വാസന്തി വന്നിട്ട് ചോദിക്കുകയാണ്, എടാ ഡെക്കേ, നീലനെ എന്താ കാണാത്തത്? മൂക്കറ്റം കുടിച്ചിട്ട് എവിടെയെങ്കിലും ഹോട്ടലിലോ മറ്റോ കിടക്കുന്നുണ്ടാവും മാമി. പായസം പറയാണ്. അപ്പോൾ അവർ ഡെക്കിനോട് ചോദിക്കുകയാണ്, എവിടെയെങ്കിലും അവൻ പോകുമെന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല, അവൻ എങ്ങോട്ടും പോകാനൊന്നുമില്ല. ഹോട്ടൽ അടച്ചിട്ട് നേരെ വീട്ടിലേക്കാന്നാ പറഞ്ഞത്. നിനക്ക് അവൻ്റെ കൂടെ ഇങ്ങ് വന്നാൽ പോരായിരുന്നോ? നിന്നോട് ആരാ നേരത്തെ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? അത് കൊള്ളാലോ. നാളത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി 8 മണിക്ക് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചന്തയിലേക്ക് പോയതാ. അവിടെ ഓർഡർ കൊടുത്തിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 10 മണി കഴിഞ്ഞു. പിന്നെ കടയിലേക്ക് പോയിട്ട് ഞാനെന്ത് ചെയ്യാനാ? എല്ലാവരും നീലം വൈകുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ദു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്നും നേരത്തെ വരാറുണ്ടല്ലോ, ഇന്ന് ഇത്രയും വൈകുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും കാരണം? നീലൻ ഒരു സ്ഥലത്തിരുന്നിട്ട് കോൾ ചെയ്യാണ്. അവൻ്റെ കയ്യിലൊരു കെട്ടുണ്ടായിരുന്നു. ആ നീലനാ വിളിക്കുന്നത്. എന്നിട്ട് ഫോൺ കൊണ്ട് ഡെക്ക് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ വാസന്തി പറയുന്നുണ്ട്, ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. എടാ അളിയാ, നീ ഇതെവിടെയാ? അവൻ നീലനോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. പൂർണ്ണി 3-4 തവണ വിളിച്ചിട്ട് നീ ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞല്ലോ. നീ ഇതെവിടെയാ ഉള്ളത്? എടാ ഡെക്കെ, എല്ലാവരും നിൻ്റെ അടുത്തുണ്ടോ? നീ ആദ്യം എവിടെയാന്ന് പറ. എടാ അളിയ, ആരെങ്കിലും നിൻ്റെ അടുത്തുണ്ടെങ്കിൽ നീ അവിടെ നിന്നൊന്ന് മാറി നിന്ന് സംസാരിക്കാൻ നോക്ക്. അപ്പോൾ ഡെക്ലേസ് എല്ലാവരെയും നോക്കുവാണ്. കാര്യത്തിൽ എന്തോ ഒരു ഗൗരവം ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എല്ലാവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഡെക്ക് പറയുന്നുണ്ട്, എടാ അളിയ, നീ പറയുന്നതൊന്നും കേൾക്കുന്നില്ലല്ലോ, സിഗ്നൽ കട്ടാവുന്നുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എടാ ഒന്നും കേൾക്കുന്നില്ലേ? എടാ നീല, ഹലോ ഹലോ എന്നൊക്കെ പറഞ്ഞ് സിഗ്നൽ കിട്ടാത്ത മട്ടിൽ കളിച്ച് ഡെക്ലേസ് പുറത്തേക്ക് ഇറങ്ങുവാണ്. എടാ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ. മാമി ഇവിടെ നിന്നിട്ടാണെന്ന് തോന്നുന്നു, ഒന്നും കേൾക്കുന്നില്ല, ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങട്ടെ എന്നും പറഞ്ഞിട്ട് അവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് കാര്യം പറയാണ്. എടാ ഞാൻ പുറത്തിറങ്ങി ഒറ്റയ്ക്കാ, ഇനി കാര്യം പറ. എടാ നിൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ? ഇല്ലടാ പറ. ഞാനിപ്പോൾ കൊച്ചങ്ങാടി ടൗണിലുള്ള ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഉള്ളത്, നീ ഇങ്ങോട്ടേക്ക് വാ. എടാ അളിയ, നീ എന്താടാ അവിടെ ഇരിക്കുന്നത്? നിനക്ക് നേരെ വീട്ടിലോട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ? നിന്നെ കാണുന്നില്ല എന്നും പറഞ്ഞ് മാമിയും പൂർണ്ണിയൊക്കെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കും ഇവിടെ. നിനക്ക് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ? എടാ അളിയ, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്ക്. നീ നേരിട്ട് ഇങ്ങോട്ടേക്ക് വാ, ഞാൻ കാര്യം പറയാം. എടാ ഇതെന്ത് കൂത്താ? നിനക്കിതൊന്നും പതിവില്ലാത്തതല്ലേ? നീ ഹോട്ടൽ അടച്ച് നേരെ വീട്ടിലേക്ക് വരുന്നതല്ലേ? ഡെക്ക് വീണ്ടും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നീലിന് ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്.
അതും പറഞ്ഞിട്ട് അവൻ കോള് കട്ട് ചെയ്യാണ്. അപ്പോൾ ഡക്ലേസിനും ആകെ കാര്യത്തിനൊരു ഗൗരവം മനസ്സിലാവുന്നുണ്ട്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.